കുറച്ച് നാളുകളായി കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്ന ആളുകളുടെ പേര് സുധാകരൻ എന്നാണ്. അത് ഒരു വശത്ത് സുധാകരൻ, അത് അദ്ദേഹം LDF-നൊപ്പം ആയിരുന്നപ്പോൾ അവിടെ തലവേദന എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ന്യായമുള്ളതായിരിക്കാം, എന്നാൽ പോലും അവിടെ തലവേദന സൃഷ്ടിക്കുന്ന സുധാകരൻ. മറുവശത്ത് സുധാകരൻ. അത് ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ സുധാകരൻ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുകയും മാധ്യമ ശ്രദ്ധയൊക്കെ ലഭിച്ച് അദ്ദേഹത്തിന്റെ പിന്നാലെ അദ്ദേഹത്തിന്റെ വൈറ്റുകളൊക്കെ എടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മറുവശത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സുധാകരൻ ബോംബ് പൊട്ടിയും. അതായിരുന്നു അവസ്ഥ. എന്നാൽ സുധാകരൻ പാർട്ടിയിൽ നിന്നൊക്കെ മാറി അദ്ദേഹം സ്വതന്ത്രനായി, UDF-ന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് ഇപ്പൊ അമ്പലപ്പുഴ MLA ആണ്. ഒപ്പം കൂട്ടിയ UDF-നെ പല സമയത്ത് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളിൽ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ പക്ഷെ ആ ഒരു വിമർശിക്കുന്ന കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിനൊപ്പമാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ MLA അല്ല, UDF-ന്റെ പിന്തുണയോടുകൂടി ജയിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യുന്നത് അംഗീകരിക്കണമെന്നില്ല. എന്നാൽ ആവശ്യത്തിനും അനാവശ്യത്തിനും തലവേദന ഉണ്ടാക്കുന്ന രീതിയിലേക്ക് സുധാകരൻ പോവുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. പല വിഷയങ്ങളിൽ അദ്ദേഹം മുതിർന്ന നേതാവാണ്, മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായം ഉണ്ടാകും. ഇവരെയൊക്കെ തിരുത്താൻ പോലും അത്രത്തോളം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ MLA-മാരെയൊക്കെ തിരുത്തി ശരിയായ ദിശയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന MLA ആണെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. എന്നാൽ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരു അഭിപ്രായം പറയുക, അത് വിവാദമാക്കുന്ന ഒരു രീതി, അത് കുറച്ചധികം നാളുകളെ അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഫോളോ ചെയ്ത് വരുന്നത്. എന്നാൽ ഇപ്പോൾ അത് കൂടിയിട്ടുണ്ട്. ഇപ്പൊ LDF-ന് ഒരു ആശ്വാസമുണ്ടോ, ഇതിവിടെ നിന്ന് അപ്പുറത്തേക്ക് പോയല്ലോ, ഇപ്പൊ 2 സുധാകരന്മാരും അവിടെയാണല്ലോ എന്ന്. സുധാകരൻ ഒന്ന് അടങ്ങിയിരിക്കുകയാണ്. ഇനി അത് എപ്പോഴാണ് അടുത്ത ബോംബുമായി വരുന്നതെന്നറിയില്ല. അപ്പോൾ സുധാകരൻ MLA ആണ്. അദ്ദേഹം പല വിഷയങ്ങളിലും, പൊതിച്ചോറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് അദ്ദേഹമാണ് വീണ്ടും ആ വിഷയത്തെ കുത്തിപ്പൊക്കിയത്. ഇന്നിപ്പോ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഇരിക്കുന്ന വേദിയിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അത് CPM-ഉം കോൺഗ്രസുമായി കൂട്ടുകെട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് തള്ളുകയല്ലാതെ രമേശ് ചെന്നിത്തലയ്ക്ക് യാതൊരു കാര്യം, അദ്ദേഹം നടത്തുന്ന വിമർശനങ്ങളൊക്കെ അത്രയും പവർഫുൾ ആയിട്ട്, അല്ലെങ്കിൽ അത്രയും എക്സ്ട്രീം ലെവലിലാണ് ഇപ്പൊ വിമർശനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ സുധാകരൻ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മറ്റെന്ത് മറുപടി ആയിരിക്കും ഈ വിഷയത്തിൽ കൊടുക്കാൻ കഴിയുക? നമ്മൾ ഒരു കാര്യം ആദ്യം പറയേണ്ടത്, സുധാകരൻ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞു നേരത്തെ. അപ്പം ആ പറഞ്ഞ രീതിയിൽ സാക്ഷാൽ പിണറായി വിജയനെ പോലും എതിർത്ത് പറയാൻ ചങ്കൂറ്റം കാണിക്കുന്ന, അല്ലെ ധൈര്യം കാണിക്കുന്ന നേതാവായിരുന്നു സുധാകരൻ. അതായത് പിണറായി ചെയ്യുന്ന തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും. അങ്ങനെ പറയാൻ എനിക്ക് തോന്നുന്നു CPM-ൽ നേരത്തെ ആരും എന്ത് പിണറായി പറഞ്ഞാൽ അത് അതേപോലെ അനുസരിക്കുന്ന രീതി ആയിരുന്നു ഇത്രയും നാൾ. ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ കുറച്ചൊരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടി, പക്ഷെ സുധാകരൻ എന്ന് മുതലാണോ CPM ഉള്ളത് അന്ന് മുതലേ തെറ്റ് കണ്ടാൽ അതിനെതിരെ പറയും. അത് കറക്റ്റായിട്ട് പുള്ളിക്ക് പറയേണ്ടത് പറയാൻ തോന്നുന്നൊക്കെ അത് മന്ത്രിയായിരുന്ന സമയത്തും പറയുന്നുണ്ട്, MLA ആയിരുന്ന സമയത്തും എപ്പോഴും പറയും. അപ്പൊ അത് തന്നെ തുടരുകയാണ്, അതിലൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഇങ്ങോട്ട് വന്നപ്പോഴും. എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കോൺഗ്രസിന്റെ പിന്തുണ കിട്ടി ജയിച്ചു എന്ന് കരുതി കോൺഗ്രസിനെ താങ്ങി നിൽക്കുന്ന പരിപാടിയൊന്നും തനിക്കില്ല എന്നുള്ളത് ഒന്നുകൂടിയാണ് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നിയമസഭയിൽ ആദ്യ ദിവസം വന്നപ്പോൾ തന്നെ എല്ലാവർക്കും സഖാക്കളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പം സുധാകരൻ ഇപ്പോഴും തന്റെ സ്വതസിദ്ധമായ ശൈലി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം പുള്ളിക്ക് തോന്നി കാണും. അതായത് ആലപ്പുഴ നഗരസഭയിലെ ചില കൗൺസിലർമാർ എന്ന് പറയുന്നുണ്ട്, എല്ലാവരും അല്ല പറയുന്നത്, ചില CPM കൗൺസിലർമാരുമായി കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ഒരു കൂട്ടുകെട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞത്. ചിലപ്പോ ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. കാര്യം പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയമായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ രീതിയിലൊക്കെ കൂട്ടുകച്ചവടം. പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പുള്ളി ധൈര്യമായിട്ട്, അത് മാധ്യമങ്ങൾക്ക് മുന്നിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പുള്ളി പറയില്ല. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ചേട്ടൻ പറഞ്ഞ പോലെ പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ. പലരും നിൽക്കുന്നത് കോൺഗ്രസിന്റെ, CPM-ന്റെ, CPI-യുടെ, ലീഗിന്റെ ഒക്കെ ബാനറിലാണ്. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചു, UDF-ന്റെ ഒരു പിന്തുണ ഉണ്ടെന്നുള്ളൂ. അപ്പൊ എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന സ്ഥിതിയിലേക്ക് സുധാകരൻ എത്തിയിട്ടുണ്ട്. അല്ല, അതൊരു പോസിറ്റീവായിട്ട് എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാവുമെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും, ചില കോൺഗ്രസ്സുകാരും ഒരു CPM-കാരും തമ്മിൽ ഒരു ധാരണയൊക്കെ ഉണ്ടാവും ചില കോൺഗ്രസ്സുകാർ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എല്ലാവരും അറിയട്ടെ എന്ന് കരുതി തന്നെയായിരിക്കും പുള്ളി പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അത് ഉണ്ടായിരുന്ന കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരുന്നവർക്ക് അതൊരു തലവേദനയായി മാറിയിട്ടുണ്ടാവും. എന്തായാലും ഇതൊരു കാര്യം, രമേശ് ചെന്നിത്തലയെ മുന്നിൽ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. എനിക്കെതിരെ, അത് മാത്രമല്ല അതും പറഞ്ഞിട്ട്, എനിക്കെതിരെ നഗരസഭയിൽ ഒരു പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് അറിഞ്ഞിട്ടും എനിക്ക് പോലീസ് നടപടി എടുത്തില്ല എന്നുള്ളൊരു സംഭവം കൂടി പറഞ്ഞു. അപ്പോൾ രമേശ് ചെന്നിത്തല അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അറിഞ്ഞിരുന്നില്ല, അങ്ങനെ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ CPM ഇതിന്റെ കാര്യത്തിലും എന്റെ അറിവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്നെ അനുവദിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും
അല്ല, ഈ വിഷയത്തിൽ രണ്ട് കാര്യങ്ങളാണ് രമേശ് ചെന്നിത്തലയോട് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് പറയുന്നത്. അതിനകത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയും. ഒന്ന്, ചേട്ടൻ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഒക്കെ ചിലപ്പോൾ ഒരു CPM കോൺഗ്രസ് കൂട്ടുകെട്ടൊക്കെ ഉണ്ടാകാം. അതിപ്പോ രമേശ് ചെന്നിത്തലയ്ക്ക് അറിയണമെന്നൊരു നിർബന്ധവുമില്ല. ചിലപ്പോൾ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഇപ്പൊ ഏതെങ്കിലും, പിന്നെ ആലപ്പുഴ ആയതുകൊണ്ട് ഹരിപ്പാട് MLA കൂടിയാണ് അദ്ദേഹം, അതുകൊണ്ട് ഇനി അറിയാമെങ്കിലേ ഉള്ളൂ എന്ന് വെച്ച് അദ്ദേഹത്തിന് ഇത് പൂർണ്ണമായി അറിയണമെന്നൊന്നുമില്ല. പാർട്ടി നേതൃത്വത്തിന്റെ അറിവോട് കൂടിയൊന്നും ആയിരിക്കണമെന്നില്ല കോൺഗ്രസും CPM തമ്മിലൊരു അന്തർധാര ഉണ്ടാകുന്നത്. ഞാൻ അങ്ങനെ ഉണ്ട് എന്ന് പറയുകയല്ല, ഉണ്ടെങ്കിൽ പോലും എല്ലാ നേതാക്കളെയും അറിയിച്ചുകൊണ്ട് ഒരു അന്തർധാര ഉണ്ടാകണമെന്നില്ല. അതിൽ ഞാൻ പറഞ്ഞത് ഇപ്പൊ സുധാകരൻ പറഞ്ഞത് പൂർണ്ണമായും കോൺഗ്രസിനെതിരായുള്ള സംഭവമല്ല. കാരണം പറഞ്ഞു വന്നത് ചിലപ്പോൾ ഒരു വാക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ തോന്നും കോൺഗ്രസിനെതിരായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ പുള്ളി പറഞ്ഞതിന്റെ എൻഡിൽ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കിയാൽ ഇപ്പോ 6 സീറ്റാണ് കിട്ടിയത്, ഇനി 9 സീറ്റും ആലപ്പുഴയിൽ കിട്ടും, കോൺഗ്രസിന് കിട്ടും, അല്ലെങ്കിൽ UDF കിട്ടും എന്നുള്ളൊരു അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലവേദന ഉണ്ടാക്കുന്നത് പാർട്ടിക്കാർക്കാണെങ്കിൽ, ഇപ്പൊ ഇത്തരം ഒരു കൂട്ടുകെട്ടുണ്ട് എങ്കിൽ ആ കോൺഗ്രസിലെ നേതാക്കൾക്ക് ഒരു തലവേദനയാണ്, പേടിയാണെന്ന് പറയുമ്പോഴും നമ്മൾ അതിന് മറ്റൊരു രീതിയിൽ ചിന്തിക്കണം. അദ്ദേഹം പറയുന്ന ന്യായമായിട്ടുള്ള, ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കാര്യമാണ്. അദ്ദേഹം CPM-നെ, പിണറായി വിജയനെ പേരെടുത്ത് പറയുകയും പിണറായി വിജയൻ ചെയ്ത കാര്യങ്ങൾ പറയുകയും CPM ചെയ്ത കള്ളത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്, വിളിച്ചു പറയുന്നുണ്ട് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹത്തിന് പറയുന്നത് അദ്ദേഹം ജനങ്ങൾക്കൊരു തലവേദന ആയിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും വിജയിക്കില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ജനങ്ങൾക്ക് തലവേദനയല്ല, ജനങ്ങൾക്ക് അറിയാം ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഇതിൽ സത്യമുണ്ട് എങ്കിൽ. ഇപ്പൊ രമേശ് ചെന്നിത്തല ഈ വിഷയത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ നോക്കില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ഈ വിഷയം അറിയുമോ എന്ന് നമുക്കറിയില്ല. പെട്ടുപോയതാണ്. അദ്ദേഹം എന്ത് മറുപടി പറയണം? ഒന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, പിന്നെ നഗരസഭയിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് കേരള പോലീസ് അറിഞ്ഞിട്ട് അതിനൊന്നും ചെയ്തില്ല എങ്കിൽ അത് കേരള പോലീസിന്റെ പരാജയമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, സാധാരണക്കാരനായ ഒരാളെന്നതിനൊക്കെ അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു MLA ആണ്, പ്രായമുള്ള നേതാവാണ്, മുൻ മന്ത്രിയാണ്. ആ ഒരു ബഹുമാനം കൊടുത്തുകൊണ്ടെങ്കിലും അത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നടപടിയെടുക്കും. എന്തായാലും രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്, സുധാകരന്റെ നിലപാടുകളാണ് ശരി, അദ്ദേഹത്തിനൊപ്പം തന്നെയാണ് ഈ വിഷയത്തിൽ നിൽക്കുന്നത്, അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നു, അദ്ദേഹത്തെ ഒറ്റുകൊടുക്കില്ല എന്നൊക്കെ. ഈ വിഷയത്തിൽ ഇങ്ങനെ മാത്രമേ ചെന്നിത്തലയ്ക്ക് പ്രതികരിക്കാനും കഴിയൂ. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ, ഇത് CPM-ൽ നിന്ന് സുധാകരൻ പോകുന്നത് CPM-ലെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കാരണം വലിയൊരു തിരിച്ചടിയാണ് ആലപ്പുഴ മൊത്തത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ദേഷ്യം അല്ലെങ്കിൽ വെറുപ്പ് CPM-കാരിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത്. എങ്ങനെയെങ്കിലും സുധാകരൻ ഇട്ട് അടിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് CPM-ലെ ഒരു വിഭാഗം ചിലപ്പോൾ കോൺഗ്രസ്സുകാരെ അതിന് സമ്മതം മൂളുന്ന ചില കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാവുമായിരിക്കും. അതും അവർ തമ്മിലൊരു കൂട്ടുകെട്ട് തനിക്കെതിരെ നീങ്ങുന്നുണ്ട് എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും സുധാകരൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് ശരിയാണ്. കാരണം പെട്ടെന്നാണ് CPM-ൽ നിന്ന് സുധാകരൻ പുറത്തേക്ക് പോകുന്നത്. അതിന്റെ അകത്ത് CPM-മാർക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിണറായി വിജയൻ പോയെന്ന് കണ്ട് സംസാരിച്ചിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമേ സുധാകരൻ ഉണ്ടായിരുന്നുള്ളൂ. അത് ഡയറക്റ്റായും ഇൻഡയറക്റ്റായും പല ആവർത്തി സുധാകരൻ പറഞ്ഞതാണ്. എന്നാലും പിണറായി വിജയൻ പോയില്ല, കണ്ടില്ല. അതിന്റെയൊക്കെ സാഹചര്യം, അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ UDF പിന്തുണ പറയുമ്പോൾ ഞാൻ മനസ്സിലാദ്യം കരുതിയത് ചിലപ്പം ജയിക്കില്ല എന്ന് എനിക്ക് തോന്നില്ല. ഞാൻ ജയിക്കുമെന്ന് വിശ്വസിച്ച ആളാണ്. പക്ഷെ സുധാകരൻ ഈ പിന്തുണ വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യ ഘട്ടത്തിൽ ചിന്തിച്ചു, ഇനിയിപ്പോ സുധാകരന്റെ സ്വഭാവം വെച്ച് പറഞ്ഞാൽ എനിക്ക് ആരുടെയും പിന്തുണയൊന്നും വേണ്ട, ഞാൻ പരാജയപ്പെട്ടാലും എനിക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ 5 വോട്ട് കിട്ടിയാൽ അത് മതി, എനിക്ക് ആരുടെയും പിന്തുണ വേണ്ട എന്ന് പറയുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായും CPM-ലെ പല ആളുകൾക്കും സുധാകരനോട് ദേഷ്യമുണ്ട്. അദ്ദേഹം ജയിക്കുകയും ചെയ്തു. അദ്ദേഹം അവിടെ സ്വതന്ത്രനായി മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ അടിച്ച കാറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ UDF തരംഗമായിരുന്നു. അദ്ദേഹം ഇപ്പുറത്തേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയില്ലായിരുന്നുവെങ്കിൽ അമ്പലപ്പുഴ നിർത്താമായിരുന്നു. ആലപ്പുഴയിൽ ഇത്രയും വലിയൊരു വിജയം UDF-ന് കിട്ടില്ലായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും CPM-ലെ നേതാക്കൾക്ക് അദ്ദേഹത്തോട് ദേഷ്യമുണ്ടാകും. ആ ദേഷ്യം നിലനിൽക്കുക, പെട്ടെന്നൊന്നും മാറില്ലല്ലോ. മറുവശത്ത് നമ്മൾ ചിന്തിക്കണം, കോൺഗ്രസിലും അതേപോലെ ഒരു ചിന്ത ഉണ്ടാകും. അവിടെ കിടന്ന് ഇത്രയും നാള് സംസാരിച്ച, പല വിഷയങ്ങളിലും കോൺഗ്രസിനെതിരെ സംസാരിച്ച ഇയാളെ കൊണ്ടുവന്ന് എന്തിന് സ്വതന്ത്രനാക്കി. ഇപ്പൊ പല ആളുകളെയും വരുമ്പോൾ അങ്ങനെയാണല്ലോ. ഇപ്പൊ കുഞ്ഞികൃഷ്ണന്റെ കാര്യം പോലെ അല്ല സുധാകരൻ അവിടെ നിന്ന് ജയിച്ച് MLA ആയി, മന്ത്രിയായി, അവരൊക്കെ അല്ലെങ്കിൽ CPM-നെതിരെ നിരന്തരം സംസാരിച്ച ഒരാളിനെ കോൺഗ്രസിലേക്ക് എന്തിനു കൊണ്ടുവരുന്നു? കോൺഗ്രസിലേക്കല്ല, കോൺഗ്രസിന്റെ പിന്തുണ, UDF-ന്റെ പിന്തുണ എന്തിനു നൽകുന്നു എന്ന് ഉള്ളൊരു സമയം. അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും ചിന്തിക്കും, ഇദ്ദേഹം ഇവിടെ വന്നാൽ ഇവിടെയും നമ്മൾക്കെതിരെ പറയില്ല. അദ്ദേഹം പിന്നെ എല്ലാ കാര്യവും കണ്ടാൽ അത് കൃത്യമായി പറയുന്ന ഒരാളാണ്. അതിപ്പോ ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ, അല്ലെങ്കിൽ പിന്തുണയൊന്നും അദ്ദേഹം നോക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദേഷ്യമുണ്ടാകും. അവര് രണ്ടുപേരും കൂടി, അല്ലെങ്കിൽ ആ ഒരു കോൺഗ്രസിൽ എതിർപ്പുള്ളവരും CPM-ൽ അദ്ദേഹത്തോട് ദേഷ്യമുള്ളവരും ഒരുമിച്ചാൽ മതിയല്ലോ. അപ്പൊ എന്തായാലും രമേശ് ചെന്നിത്തല പെട്ടു എന്നല്ലാതെ നമുക്ക് ഇതിലൊന്നും പറയാനില്ല. പിന്നെ ചെന്നിത്തലയ്ക്ക് ഇപ്പൊ എടുത്തൊരു നിലപാട് മാത്രമേ പറയാനാകൂ. ഇപ്പൊ VD സതീശനുള്ള വേദിയിലാണെങ്കിലും KC വേണുഗോപാലുള്ള വേദിയിലാണെങ്കിലും ആരുടെ
പാർലമെന്റിന്റെ വേദിയിലാണെങ്കിൽ എല്ലാവർക്കും സുധാകരൻ മുതിർന്ന നേതാവാണ്, സുധാകരനെ പിന്തുണച്ചുകൊണ്ടൊരു നിലപാട് എടുക്കാൻ കഴിയും. അത് അദ്ദേഹത്തെ പേടിച്ചിട്ടല്ല. ഈ വിഷയത്തിൽ അദ്ദേഹം പറയുന്നതാണ് ന്യായമെന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ ജനങ്ങൾ കോൺഗ്രസിൽ നിന്നും അകലും. BJPയും CPM-ഉം തമ്മിലുള്ള അന്തർധാര ഉണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായതും അവർക്കൊരു പരാജയത്തിന്റെ കാരണമായി. അപ്പോൾ അതേ CPM-ഉമായി കോൺഗ്രസിന്റെ ഒരു അന്തർധാര ഉണ്ട് എന്ന് സുധാകരൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയുകയാണെങ്കിൽ ജനങ്ങൾ കോൺഗ്രസിനെയും കൈവിടുമോ എന്നുള്ള ഒരു ഭയം സ്വാഭാവികമായി രമേശ് ചെന്നിത്തല, അദ്ദേഹം സീനിയർ ആയിട്ടുള്ള നേതാവാണല്ലോ, അപ്പൊ അദ്ദേഹത്തിനും ഉണ്ടാകും. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരം ഒരു മറുപടി പറഞ്ഞത്.